രണ്ട് ബുക്സ് ആണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ല്യൂസൻസ് പബ്ലിക്കേഷൻസിന്റെ ജനറൽ നോളജ് എന്നുള്ളത്, അതേപോലെ അരിഹന്ത് പബ്ലിക്കേഷൻ. രണ്ടും ഒരേപോലെ നല്ല ബുക്സ് ആണ് കേട്ടോ. ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ല്യൂസൻസ് പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ്. ഒക്ടോബർ 31 RRB ജെയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ജെയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ ഒരു ജെ എക്സാമിനേഷന് സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയലാണ് റെഫർ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഈ ഒരു റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ RRB ജെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബുക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബുക്സ് തന്നെ പഠിക്കണം എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏത് ബുക്കാണ് എടുത്ത് പഠിക്കാറുള്ളത്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRB ജെയുടെ CBT 1, ഞാൻ ഈ ഒരു വീഡിയോയിൽ CBT 1ൻ്റെ ബുക്ക് റെഫറൻസിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി CBT 2 ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ RRB ജെ CBT 1ൻ്റെ എക്സാം പാറ്റേണിൽ മാത്തമാറ്റിക്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് മാത്തമാറ്റിക്സിനും അതേപോലെ തന്നെ ജനറൽ സയൻസിനുമാണ്. മാത്തമാറ്റിക്സിന് 30 ചോദ്യങ്ങൾ 30 മാർക്കിന് വരുന്നുണ്ട്, ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ സയൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 30 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 മാർക്ക് വരുന്നുണ്ട്. ജനറൽ അവയർനെസ്, ശരിക്കും ജനറൽ അവയർനെസ് മാത്രമല്ല കേട്ടോ, ഇതിൽ കറണ്ട് അഫയേഴ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 15 മാർക്കും, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ സബ്ജക്റ്റിനും ഏതേതെല്ലാം ബുക്സ് ആണ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തേത് മാത്തമാറ്റിക്സ്. ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അതായത് RRB ജെ എക്സാമിൻ്റെ CBT 1ൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്തമാറ്റിക്സ് ആയിരിക്കും. റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ CBT 1ൽ ക്വാളിഫൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് വരാൻ പോകുന്നത് മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ 4 സബ്ജക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലായിരിക്കും. മാത്രമല്ല ഈ ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 90 മിനിറ്റിൽ ഈ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് മാത്തമാറ്റിക്സിലുള്ള ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് ടൈം കുറവായി പോകും. അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, തീർച്ചയായിട്ടും ഇതും എന്താണ് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആസ് കമ്പയർ ടു മാത്തമാറ്റിക്സ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. പിന്നെ ജനറൽ അവയർനെസ്സും ഉണ്ട്, ജനറൽ സയൻസും ഉണ്ട്. ഇപ്പോൾ ജനറൽ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കുറേയൊക്കെ കാര്യങ്ങൾ എന്തായിരിക്കും എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ബയോളജിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ വരുന്ന ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 15 മാർക്കുണ്ട്. തീർച്ചയായിട്ടും ഈ 15 മാർക്കിൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി നിങ്ങളുടെ മെമ്മറി പവറാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ആ ഒരു പറഞ്ഞ ഓരോ ഡേറ്റയും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ മൈൻഡിൽ സ്റ്റോർ ആവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എസ്പെഷ്യലി എഞ്ചിനീയേഴ്സ് കുറച്ച് മടിയന്മാരായിരിക്കും, ബേസിക് നാച്ചറാണ്. അപ്പോൾ അവർക്കിത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഏത് ബുക്സാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക? ഞാൻ ഒരിക്കൽ കൂടി ഒരു ഡിസ്ക്ലൈമർ പറയാണ്, ഈ ഒരു ബുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കൂടി ബേസിലാണ് ഞാൻ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ സബ്ജക്റ്റും നമുക്ക് ഏതൊക്കെ ബുക്സ് ആണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്തമാറ്റിക്സിൻ്റെ 2 ബുക്സാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ RS അഗർവാളിൻ്റെ ബുക്സാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും RS അഗർവാളിൻ്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യും. ഇതിൽ കുറച്ചുകൂടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ഷോർട്ട് കട്ട്സ് കാര്യങ്ങളതിനെക്കാട്ടിലും ഇതിലുള്ളത് ബേസിക്സ് ആണ്. ഇതിൻ്റെ എല്ലാം, അതായത് നമ്മൾ ഏത് തരത്തിലുള്ള എക്സാംസ് നോക്കുകയാണെങ്കിലും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേവലം ഷോർട്ട് കട്ടുകൾ മാത്രം നമ്മൾ എക്സാമിന് പ്രിപ്പറേഷന് പോയാൽ ഷോർട്ട് കട്ടിൽ നിന്ന് മാറി ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഈ ഒരു ബുക്സിലാണ്.
അതേപോലെ തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, അതായത് നിങ്ങൾ അത്ര കടുകട്ടിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ രാജേഷ് വർമ്മയുടെ പുസ്തകം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. എഗെയിൻ ഇതും നല്ലൊരു ബുക്ക് തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു ബുക്കാണ്. ഇതാണ് കൂടുതൽ ആളുകളും റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് RS അഗർവാളിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്യുവർ ബുക്കാണ്. അതായത് ഇത്തരം മാത്തമാറ്റിക്സ് ആണെങ്കിലും റീസണിങ്ങിലും RS അഗർവാളിന്റെ ബുക്ക് തന്നെയാണ് റെഫർ ചെയ്യാറുള്ളത്. റീസണിങ്ങിൽ നമ്മൾ ഇതേ സെയിം ഓതറിൻ്റെ തന്നെ RS അഗർവാളിന്റെ ബുക്സ് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബുക്ക് തന്നെ റെഫർ ചെയ്യുക. മോഡേൺ അപ്രോച്ച് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് തന്നെ റെഫർ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്കിലെ 30 മാർക്ക് മാത്തമാറ്റിക്സിലും ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 20 മാർക്കും 25 മാർക്കും വരുന്നുണ്ട്. അപ്പം വലിയൊരു നമ്പറാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അഗൈൻ ജനറൽ അവയർനെസ്സിൽ 2 ബുക്സ് ആണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ല്യൂസൻസ് പബ്ലിക്കേഷൻസിന്റെ ജനറൽ നോളജ് എന്നുള്ളത്, അതേപോലെ അരിഹന്ത് പബ്ലിക്കേഷൻ. രണ്ടും ഒരേപോലെ നല്ല ബുക്സ് ആണ് കേട്ടോ. ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ല്യൂസൻസ് പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ്. തീർച്ചയായിട്ടും ഈ ബുക്കും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണെന്ന് ഓൾറെഡി അതിൻ്റെ ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടും നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 2 ബുക്സ് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൈനലി ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ബുക്ക് അഗെയിൻ ല്യൂസൻസ് പബ്ലിക്കേഷൻസിന്റെ ബുക്ക് തന്നെയാണ്. അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ജനറൽ സയൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് റെഫറൻസിന്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ എക്സാമിനേഷനിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ എവിടെ നിന്ന് പഠിച്ചെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം ബുക്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഈ ഒരു ബുക്സ് റെഫർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ബുക്സൊക്കെ നോക്കി അതിൽ കൃത്യമായിട്ട് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു ഇനഫ് പ്രിപ്പറേഷൻ ടൈം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ബുക്സിലൂടെ മാത്രം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരുപാട് സമയം ഉണ്ടാവില്ല അല്ലേ. അതായത് നമുക്കൊരു ദിവസം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കാനുണ്ടാവില്ല. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം RRBJയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി ആപ്പിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ RRBJ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സക്സസ് സെലിബ്രേഷനും അതേപോലെ തന്നെ ഓരോരുത്തരുടെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു RRBJ എക്സാമിലും അവരെ നമ്മൾ ഏത് രീതിയിലാണോ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 100% പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ ആയിരിക്കും നമ്മൾ RRBJ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും മികച്ച മെൻറ്റർഷിപ്പിൽ, ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. RRBJ ക്ലിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ RRBJ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ RRBJ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ബുക്സുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടി വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് സിലബസ് കവർ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻട്രിയുടെ റെയിൽവേ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. എൻട്രിയുടെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലോ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.